Hi guys! വെറും 7 ദിവസം കൊണ്ട് നമുക്ക് കരിമംഗലം നല്ല രീതിക്ക് ഫീഡാക്കി കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള ഒരു ഹോം റെമഡി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹോം റെമഡി നമ്മൾ 2 സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്ത് കാണിക്കുന്നത്. ഇത് രണ്ടും ഒരുമിച്ചിട്ട് ഉപയോഗിക്കുന്ന കാര്യമല്ല. ഇത് രണ്ടും 2 തരത്തിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. ഇതിനകത്ത് ഒന്ന് പാക്കും മറ്റൊരെണ്ണം ക്രീമും ആണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കണം, എപ്പോൾ ഉപയോഗിക്കണം എന്നൊക്കെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്ക് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് പപ്പായയുടെ പൗഡറാണ് കേട്ടോ. നമ്മുടെ പഴുത്ത പപ്പായയില്ലേ, അതിൻ്റെ പൗഡറാണ്. അപ്പോൾ ഇത് നമുക്ക് പച്ചമരുന്ന് കടയിൽ നിന്നോ അല്ലെങ്കിൽ ഓൺലൈൻ സൈറ്റിൽ നിന്ന് മേടിക്കാൻ കിട്ടും കേട്ടോ. അത് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. നമ്മുടെ പഴുത്ത പപ്പായയുടെ പൗഡർ 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നീട് നമുക്കിതിനകത്തേക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് ഞാനൊരു കുഞ്ഞു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ജ്യൂസാണ് നമുക്ക് വേണ്ടത്. പിന്നെ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടാം കേട്ടോ. നമുക്കിത് ഫ്രഷ് ആയിട്ട് തന്നെ വേണം ഉപയോഗിക്കാനായിട്ട്. ആരും ഉണ്ടാക്കി എടുത്ത് വെച്ച് ഉപയോഗിക്കരുത്. അപ്പോൾ വേണ്ടത് മാത്രം എടുത്ത് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഈ ഒരു ജ്യൂസ് എടുക്കാനായിട്ട്. കാരണം അതിനകത്ത് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ച് പടിഞ്ഞ് കിടപ്പുണ്ടാവും. അതുകൊണ്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തിട്ട് വേണം ഈ ഒരു ജ്യൂസിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ജ്യൂസാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്നത്. പിന്നീട് വേണ്ടത് നമുക്ക് ലെമൺ ജ്യൂസാണ്, നാരങ്ങയുടെ നീര്. അത് ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മതിയാകും. ഇനി ഒരു പക്ഷേ ഒരു നാരങ്ങ ചേരാത്ത ആൾക്കാർ ഒത്തിരി ഉണ്ട് കേട്ടോ, അലർജിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഒരു നാരങ്ങയ്ക്ക് പകരം നിങ്ങൾക്ക് ഇവിടെ തക്കാളിയുടെ നീരെടുക്കാം, തക്കാളി ജ്യൂസ് എടുക്കാം കേട്ടോ. അത് ഇതിനകത്തേക്ക് 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ നിങ്ങൾക്ക് ചേർത്തെടുക്കാവുന്നതാണ്. അപ്പോൾ നാരങ്ങ ആയതുകൊണ്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ വരെ എടുക്കുന്നുള്ളൂ. അപ്പോൾ അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന ആളെന്ന് പറയുന്നത് നമ്മുടെ കസ്തൂരി മഞ്ഞളോ അല്ലെങ്കിൽ നോർമൽ മഞ്ഞളായിരിക്കും കുറച്ചുകൂടി ബെറ്റർ റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് ബോയ്സ് ആണെങ്കിൽ നിങ്ങൾ കസ്തൂരി മഞ്ഞൾ എടുക്കാം, ഗേൾസ് ആണെങ്കിൽ നോർമൽ മഞ്ഞൾ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി മഞ്ഞൾ അലർജി ആണെങ്കിലും കസ്തൂരി മഞ്ഞൾ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്ത് എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു പാക്ക് റെഡി കേട്ടോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു പാക്ക് നമ്മൾ ഉപയോഗിക്കേണ്ട ഡേയ്സ് എന്ന് പറയുന്നത് 1 ഇടവിട്ട ദിവസങ്ങളാണ്. അതായത് നമ്മൾ തിങ്കളാഴ്ച ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ചൊവ്വ ഉപയോഗിക്കാൻ പാടില്ല, ബുധൻ വേണം ഉപയോഗിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ ഈ ദിവസങ്ങളിൽ വേണം ഈ ഒരു പാക്ക് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട്. ക്ലിയർ? നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതായത് 1 ഇടവിട്ട ദിവസങ്ങൾ വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഒരു ഫേസ് പാക്ക്. ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ക്രീമാണ്. ഈ ഒരു ക്രീം നമ്മൾ ചൊവ്വ, വ്യാഴം, ശനി ഈ ഒരു 3 ദിവസങ്ങളിൽ വേണം ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യാനായിട്ട്. അതായത് നമ്മൾ പാക്ക് ഇടാത്ത ദിവസങ്ങളിൽ കേട്ടോ. 1 ഇടവിട്ട ദിവസങ്ങൾ എന്ന് പറയുന്നതിൽ ഇടവിട്ട ദിവസങ്ങൾ, അതാണ് ഈ ഒരു ചൊവ്വ, വ്യാഴം, ശനി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ദിവസങ്ങൾ വേണം ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ ഈ ഒരു ക്രീം എങ്ങനെ ഉണ്ടാക്കിയെടുത്തു എന്ന് നോക്കാം. നമ്മുടെ തന്നെ ബ്രാൻഡായിട്ടുള്ള ഷംനൂസ് ഓർഗാനിയുടെ ആലോവേറ ജെല്ലാണ് ഞാനിവിടെ എടുക്കുന്നത്. അതൊരല്പം കയ്യിലേക്ക് വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മളിവിടെ സാൻഡൽവുഡിൻ്റെ എസെൻഷ്യൽ ഓയിലാണ്. അത് നമുക്കിവിടെ 1-2 തുള്ളി മാത്രം മതി. അതങ്ങ് ഇതിനകത്തേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ അങ്ങ് മിക്സ് ആക്കുക കേട്ടോ. കൈ നല്ല രീതിക്ക് വൃത്തി വേണം കേട്ടോ. വൃത്തിയിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ഞാൻ ജസ്റ്റ് അന്നേരം നമുക്ക് അപ്ലൈ ചെയ്യാൻ മാത്രമല്ലേ എന്ന് വിചാരിച്ചാൽ കൈ വെച്ച് കാണിക്കുക. നമുക്ക് ബൗളിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് കൈ നന്നായിട്ട് ഹാൻഡ് വാഷ് ചെയ്യുക. എന്നതിന് ശേഷം വേണം ഇത് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതായത് ആദ്യത്തെ ആ ഒരു മൺഡേ, അതുപോലെ തന്നെ വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ ഈ ഒരു ദിവസങ്ങളിൽ പാക്കും, ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സാറ്റർഡേ ഈ ഒരു ദിവസങ്ങളിൽ നമ്മുടെ ഈ ഒരു ക്രീമാണ് അല്ലെങ്കിൽ ഒരു ജെല്ലാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു റൊട്ടീനായിട്ട് നിങ്ങൾ 7 ഡേയ്സ് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ഫേസിൽ ആ ഒരു കരിമംഗലത്തിൻ്റെ ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല രീതിക്ക് തന്നെ ഫെയ്ഡായിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. കരിമംഗലം മാത്രമല്ല, നമുക്ക് വേറെ എന്തെങ്കിലും സ്കിന്നിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡാർക്ക് സ്പോട്ടോ പാച്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ആയിട്ട് ആ ഒരു 1 വീക്കിനുള്ളിൽ നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് ബ്രൈറ്റ് ആൻഡ് ഗ്ലോ ആയിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. തീർച്ചയായിട്ടും ഗൈസ് നിങ്ങൾ ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ 7 ദിവസം കഴിഞ്ഞ് ആരും നിർത്തിക്കളയരുത്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞ പ്രകാരം എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. എങ്കിലേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.